അപ്പോൾ നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് വാഗമണിലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വാഗമണിൽ വരുമ്പോൾ മൂന്നാറിലാണെങ്കിലും വാഗമണിലൊക്കെ വരുമ്പോഴാണെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു അടിപൊളി റിസോർട്ട്. അങ്ങനത്തെ ഒരു റിസോർട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ ഒരുപാട് കത്തി റേറ്റ് കാര്യങ്ങളൊന്നും പാടില്ല. അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു റിസോർട്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ താമസിച്ചിട്ട് ഞങ്ങൾക്ക് അത്യാവശ്യം റീസണബിൾ റേറ്റും, എന്താ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു റിസോർട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളും, പുതിയ റിസോർട്ടാണ്. അതുപോലെ നല്ല ക്ലീനിങ് ആണെങ്കിലും ഭക്ഷണം ആണെങ്കിലും എല്ലാം അത് അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് തോന്നി. പിന്നെ വേറൊരു കാര്യം, ഇത് പ്രൊമോഷനായിട്ട് പറയുന്നതൊന്നല്ല കേട്ടോ. ഇത് നോർമലായിട്ട് നമ്മൾ പൈസ കൊടുത്ത് താമസിച്ചിട്ടുള്ള ഒരു റിസോർട്ടാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുറകിലായിട്ട് കാണാനായിട്ട് സാധിക്കും, ഫുള്ള് തേയിലത്തോട്ടമാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ പുറകിലായിട്ടാണ് നമ്മുടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അതുപോലെ റൂമും കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പം നമ്മുടെ ഇത് ഫുള്ള് തേയിലത്തോട്ടമാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഫുള്ള് കണ്ട, ഇത് പുറകിലായിട്ട് ആ റിസോർട്ടിൻ്റെ തന്നെ ഓരോ വശങ്ങളാണ് കേട്ടോ. അപ്പോൾ ഏക്കർ കണക്കിന് ഒരു തേയിലത്തോട്ടമാണ്. വാഗമൺ സെൻട്രലല്ല. ഇപ്പം ആർക്കും റോഡ് സൈഡിൽ താമസിക്കുന്നത് വലിയ നിർബന്ധമൊന്നുമില്ല. കുറച്ചുള്ളിലേക്ക് ഒരു 2.5 കിലോമീറ്റർ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്കുള്ള ഒരു റിസോർട്ടാണ്. ഇതിപ്പോൾ കാണുന്നത് ഫുള്ള് തേയിലത്തോട്ടമാണ്. നമ്മുടെ റിസോർട്ടിൻ്റെ പുറകിലാണെങ്കിലും മുന്നിലാണെങ്കിലും ഫുള്ള് തേയിലത്തോട്ടമാണ്. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിനോട് അനുബന്ധിച്ച് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള മിനി പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ആ രീതിയിലാണ്. ഇതൊക്കെ റിസോർട്ടിൻ്റെ പുറകുവശമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിച്ചൊരു റിസോർട്ടിൻ്റെ പുറകുവശമായിട്ട് വരും. ഞാൻ ഫ്രണ്ടിലേക്കാണ് പോണേ. ഞാനത് പുറകുവശത്ത് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത് നമ്മളിവിടുന്ന് മുന്നിലോട്ട് പോണ്. ഇതായത് നമ്മുടെ ഇവിടെ, അതായത് ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ് ഇവിടെ പുറകിലായിട്ട്, ഈ റിസോർട്ടിൻ്റെ പുറകിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഇവിടെ നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. അപ്പോൾ നമ്മളൊരു 10-40 പേരോളം ഉണ്ട്. അപ്പോൾ 40 പേരോളം അടങ്ങിയതുകൊണ്ട് 3 കോട്ടേജ് ആയിട്ടാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. നമുക്കൊരു അത്യാവശ്യം റീസണബിൾ റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കേജ് പോലെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ഒരു കോട്ടേജാണ്. ഇത് ഇവിടെ നിന്ന് അറ്റം വരെയാണ് കോട്ടേജുകളും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കോട്ടേജ്. ഇത് കുറച്ച് പഴയതാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് കുറച്ച് പഴയതാണ്, മുന്നത്തെ കോട്ടേജാണ്. അപ്പോൾ നമ്മൾക്ക് തന്നിട്ടുള്ള ഏറ്റവും പുതിയ കോട്ടേജാണ്. ആ കോട്ടേജ് കാണിച്ചു തരാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഫുള്ള് ഇവിടെ തേയിലത്തോട്ടമാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാനോ ഇതിനൊന്നും വേറെ സ്ഥലത്തേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമുക്ക് ഇനി വൈകിട്ട് ഇവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പ് ഫയറിൻ്റെ ഒരു സ്പേസിന് ഇപ്പോൾ കാണിച്ചു തന്നെ. അപ്പോൾ വൈകിട്ട് പകൽ കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനും അതിനുള്ള സ്പേസ് അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാണ് നമുക്കൊക്കെ വന്നിരുന്ന് റെസ്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റിയൊരു സ്പേസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് കാണാം. ഇതിൻ്റെ പുറകിലൊക്കെ ഫുള്ള് തേയിലത്തോട്ടം കാര്യങ്ങളാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോകണില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അത് പിന്നെ പറയേണ്ട കാര്യമില്ല, തേയിലത്തോട്ടം ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ അടിപൊളിയായിട്ട് നടക്കാനായിട്ടുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാ കണ്ട, ഈ വഴിക്കൂടെ അങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കാനോ അതൊക്കെ അടിപൊളി ഒരു സ്പേസാണ്. ഇതാ ഫുള്ള് ഇവിടെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അന്വേഷിച്ചപ്പോഴൊക്കെ തേയിലത്തോട്ടത്തിനുള്ള റിസോർട്ടിനൊക്കെ നല്ല ഡിമാൻഡാണ്. പഴയ കാലത്തെ പോലെയല്ല. തേയിലത്തോട്ടത്തിൻ്റെ പേര് പറഞ്ഞ് റേറ്റ് എങ്ങനെയൊക്കെ കൂടുതൽ വാങ്ങാം അതൊക്കെയാണ് അവർ നോക്കുന്നത്. അപ്പോൾ റോഡ് സൈഡിനേക്കാളും കുറച്ച് നമുക്ക് തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിട്ടുള്ളൊരു നല്ലൊരു റിസോർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഫാമിലീസൊക്കെ വന്നു കഴിഞ്ഞാലും റിലാക്സ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് അത്യാവശ്യം പ്രൈവസി കാര്യങ്ങളും കിട്ടുന്നൊരു റിസോർട്ടായിട്ട് നമ്മളൊരു പുതിയൊരു റിസോർട്ടിലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളൊക്കെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിനു മുന്നേ ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് പുതിയ വേറെ റൂമുകളും കാര്യങ്ങളൊക്കെ ഇവർ പണിത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഫാമിലീസൊക്കെ കൂടുതലായിട്ട് വരുന്നൊരു സ്പോട്ടാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് സൈലൻ്റ് ഏരിയയും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സേഫ് ആയിട്ടുള്ളൊരു പ്ലേസും കൂടിയാണെന്ന് പറയാം. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വേറൊരു റൂമാണ്. അപ്പോൾ ഇതും പുതിയതായിട്ട് പണി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉൾവശം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഉൾവശം അത് അടിപൊളിയാട്ടോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിച്ചോണ്ട് പറയുന്നല്ലോ ഭയങ്കര ബ്യൂട്ടിയാണ്. അപ്പോൾ ഡൈനിങ് ഹാളിന്റെ ഉള്ളിലത്തെ ഒരു കാഴ്ചയായിട്ടോ നിങ്ങൾ കാണാം. അടിപൊളി ഒരു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ കഴിക്കുക ഒരു ഫാമിലിക്ക്. അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് ഇരുന്ന് തന്നെ നമുക്ക് താഴത്തെ നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റിയ അടിപൊളിയാണ്. എന്താ കാര്യം ഫുള്ള് ഗ്ലാസ് ഇട്ടിരിക്കുന്ന കേട്ടോ. ഇവിടുന്ന് നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ഫുള്ളായിട്ട് നമ്മുടെ തേയിലത്തോട്ടം കാര്യങ്ങളാണ് കേട്ടോ. അതാ ഇപ്പൊ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫുള്ള് തേയിലത്തോട്ടമാണ്. അടിപൊളിയായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് തുറക്കണേ. എന്താ കഴിഞ്ഞാൽ പുതിയ റിസോർട്ട് ആയതുകൊണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതൊരു ബെഡ്റൂമിന്റെ ഒരു ഇതിന് 2 ബെഡ്റൂമാണ് ഇതിന് ഈ ഹാളിനോട് ചേർന്നുള്ളത്. ഈ ഡൈനിങ് ഹാളിൽ തന്നെ നമുക്ക് അയൺ ചെയ്യാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കെറ്റില് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ TV കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മിനി റെഫ്രിജറേറ്ററും കാര്യങ്ങളുണ്ട്. വാഷ് ബേസിൻ എല്ലാതും ഉണ്ട്. ഡൈനിങ് ഹാളിൽ ഇരുന്നാൽ തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വാഗമൺ ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ ഒരു അടിപൊളി ആംബിയൻസ് ആണ്. ഇനി ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്റൂമിലോട്ടാണ്. ബെഡ്റൂമിലും സ്ഥിതി വേറെ മാറ്റമൊന്നുമില്ല. അതെ കണ്ട ഫുള്ള് ഗ്ലാസ് ഇട്ട് തുറക്കണം. ഈ ഗ്ലാസിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞല്ലോ താഴെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കിടന്നുറങ്ങുമ്പോൾ തന്നെ നമുക്ക് തേയിലത്തോട്ടം കണ്ട് കിടന്നുറങ്ങാം. നേരം വിളിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കാഴ്ച കണ്ട് ഉണരാൻ പറ്റുകയെന്ന് വെച്ചാൽ നമ്മളൊക്കെ ടൂർ വരുമ്പോൾ നമ്മൾ ആസ്വദിക്കാനാണ്, ജീവിതം ലൈഫ് എൻജോയ് ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു എൻജോയ്മെന്റിന് ഒരു അടിപൊളി റിസോർട്ടാന്ന് പറയാം. ഇനി റൂമിനുള്ളിൽ തന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ 2 ടേബിളും കാര്യങ്ങളും ഒരു കാര്യങ്ങളുണ്ട്. ഇനി പുറത്തേക്ക് പോകാനായിട്ട് ഇതുപോലൊരു ബാൽക്കണി പോലെ ഒരു സെറ്റപ്പും കാര്യങ്ങളുണ്ട്. ഇനി ഇവിടെ നമ്മുടെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കിളി പറന്നു പോകും. അമ്മാതിരി സെറ്റിങ്സിന് ഇതാണ് നമ്മുടെ ബെഡ്റൂം. ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ബെഡ്റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ നമുക്ക് നമുക്ക് ആവശ്യമുള്ള ടർക്കി കാര്യങ്ങൾ, സോപ്പ്, ബ്രഷ്, പിന്നെ ബോഡി ലോഷൻ കാര്യങ്ങളും എല്ലാതും ഉണ്ട് കേട്ടോ. ഇതെല്ലാതും അവരുടെ കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് തരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി ബെഡ്റൂമും കാര്യങ്ങളാണ്. ഈ ബെഡ്റൂമിന്റെ ഉള്ളിലത്തെ കാഴ്ചയാണ് കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചത്. ബെഡ്റൂമിന്റെ ഉള്ളിലിരുന്ന് തന്നെ ഉള്ള ഒരു കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണണം. ബെഡ്റൂമിന്റെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പുറത്ത് ഫുള്ള് ഗ്ലാസ് ആണ്. ഇത് ഫുള്ള് ഗ്ലാസ് ഇട്ടിട്ട് നമുക്ക് തേയിലത്തോട്ടം ആസ്വദിക്കാനായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ അവിടെ സെറ്റിങ്സും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. കണ്ട താഴേക്ക് ഫുള്ള് തേയിലത്തോട്ടമാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ലേ, നമുക്ക് കാണാനും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സീസൺ അല്ലാത്തൊരു സമയം കൂടി ആയിട്ട് പോലും എന്തൊരു ഭംഗിയാന്ന് പറയും. ഇപ്പൊ സീസണിൽ ഇവിടെ കോടയൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ഭംഗിയും കാര്യങ്ങളായിരിക്കും. ഈ ബെഡ്റൂം പോലെ തന്നെയാണ് കേട്ടാ. ബാത്റൂം ആണെങ്കിലും അടിപൊളി ഒരു സെറ്റപ്പ് ബാത്റൂം വിത്ത് ബാത്ത് ടബ് ഉൾപ്പെടെയുള്ള ഒരു ബാത്റൂമും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമുക്ക് കാണാം അടിപൊളി ബാത്റൂമും കാര്യങ്ങളാണ്. അപ്പോൾ അടിപൊളി ഒരു റിസോർട്ടാണ് നമുക്ക് ചുരുക്കത്തിൽ തന്നെ പറയാം. ഇതുപോലെ തന്നെ സെയിം ബെഡ്റൂം തന്നെയാണ് കേട്ടാ തൊട്ടപ്പുറത്തുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 2 ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റിങ്സ് പോലെയാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അവർക്ക് ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സെപ്പറേറ്റ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായി ഇഷ്ടമായി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കിത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ നമ്മുടെ റിസോർട്ടിന്റെ തന്നെ ഒരു പൂളും കാര്യങ്ങളും കേട്ടോ. അതെ കണ്ട നമ്മൾ താമസിച്ച റിസോർട്ട് എന്ന് പറയുന്നത് ക്ലിഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ്. അതിന്റെ പൂളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അടിപൊളി പൂളും കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിപൊളി പൂളാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആണ് പറയണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ല പൂളാണ് കണ്ടാ. നല്ല വൃത്തിയും കാര്യങ്ങളുള്ള പുതിയ പൂളാണ് കണ്ടാ. പഴയ ടൈപ്പ് പൂളുകളോ കാര്യങ്ങളോ ഒന്നല്ല, നല്ല പൂളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കിഡ്സിനാണെങ്കിലും ഇവിടെ നമുക്ക് ഉള്ള പൂളും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അടിപൊളി പൂളും കാര്യങ്ങളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ്മെന്റും കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോകേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പൂളും സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. അപ്പോൾ ക്ലിഫിൻ റിസോർട്ടിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ റിസോർട്ട് നിൽക്കുന്നത് നമ്മൾ വാഗമണിൽ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഉള്ളിലായിട്ട് വട്ടപ്പതാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. സ്വല്പം ഉള്ളിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു 2.5 കിലോമീറ്റർ ഉള്ളിലോട്ട് വരണം. അപ്പം അങ്ങനെയാണ് ഫുള്ള് ഞാൻ പറഞ്ഞല്ലോ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ റിസോർട്ടിൻ്റെ ചുറ്റുമുള്ളൊരു കാഴ്ച ഒന്നുകൂടി കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ചുറ്റുമുള്ളൊരു കാഴ്ച. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വ്യത്യസ്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നത്. ബൈ ബൈ.